കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. എല്ലാവർക്കും ഹാപ്പി വിഷു. നല്ലൊരു പുതുവർഷം, മലയാള മാസം അനുസരിച്ചിട്ട് നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്മകളുണ്ടാവട്ടെ. വെൽക്കം ടു ബികെയിം ടോക്സ്. ഇതൊരു പുതിയ വീഡിയോ ആണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും വീഡിയോയിൽ വരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ട വീഡിയോയ്ക്ക് ഒത്തിരി സപ്പോർട്ട്. എനിക്ക് ചിലപ്പോൾ ചില പാട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തോന്നും ഇത്രയും പോരായിരുന്നു, അത് നന്നായി ചെയ്യണമായിരുന്നു, ചിലതൊക്കെ തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ചെയ്തതിനെ ഒരുപാട് സ്വീകരിക്കുന്നു, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഫോർ ദാറ്റ്. പിന്നെ ചിലർ ശംഖുമില്ല കുടവുമില്ല, അത് കുടം തന്നെയാണ്, എന്നിട്ട് അങ്ങനെ അല്ലാന്ന് ഇപ്പം എന്നോട് ചിലർ മെസ്സേജ് ചെയ്യുന്നു. പിന്നെ കൊട്ടുമില്ല കുടവുമില്ല എന്നാണ് ഞാൻ പാടിയത്. സാരമില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ ഈ ഒരു ഒറ്റ സ്ട്രെച്ചിന് എടുക്കുകയാണ്. ഞാനിതൊന്നും ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ടൈം എടുത്തൊന്നും അല്ല ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ കാണും. ഞാനത് എപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ ഏത് പഠിക്കുന്ന ആൾക്കും എന്തു വേണം എന്ന് വെച്ചാൽ നമ്മൾക്കൊരു റിസർച്ച് മെൻറ്റാലിറ്റി വേണം. എല്ലാവരും പറയണം അങ്ങനെ തന്നെ നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മളൊന്ന് പഠിക്കണം, അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. അപ്പോഴാണ് അതിനകത്ത് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റുള്ളൂ. എനിബഡി ക്യാൻ മേക്ക് എ മിസ്റ്റേക്ക്, നോ പ്രോബ്ലം. അപ്പോൾ അത് ഒരു വലിയ തെറ്റായിട്ടൊന്നും വിചാരിക്കേണ്ട, ഒരു പ്രശ്നമായിട്ടും വിചാരിക്കേണ്ട. യു ഷുഡ് ഓൾസോ ഡൂ സം ഹോംവർക്ക് ഓൺ ദാറ്റ്. കുറച്ചൊക്കെ നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിങ് മീ. നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ഡാൻസിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും നമുക്ക് ഡാൻസിൻ്റെ വീഡിയോ ചെയ്യണം. പക്ഷേ ബിഫോർ ദാറ്റ് എനിക്ക് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതും നിങ്ങളോടും കൂടെ പറയണം. എനിക്കൊരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വന്നതും കൂടിയാണ്, അതിൻ്റെ ചേർത്തിട്ടാണ് ഞാൻ പറയണത്. ഒരമ്പലത്തിൽ കുട്ടികളുടെ അരങ്ങേറ്റ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവരുടെ അമ്പലത്തിലെ വരിസംഖ്യ കൊടുത്തില്ല എന്ന് പറഞ്ഞ് 2 കുട്ടികളെ കളിപ്പിക്കരുത് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ടു. അതായത് ആ കുട്ടികളെ മാറ്റി നിർത്തിയാലേ പ്രോഗ്രാം ചെയ്യാൻ പറ്റൂ. കുറേ കുഞ്ഞുങ്ങൾ അരങ്ങേറ്റ പരിപാടിക്ക് വേണ്ടി റെഡിയായി വിത്ത് ഓർക്കസ്ട്ര നിൽക്കുകയാണ്. അപ്പം പരിപാടി തന്നെ ഇപ്പോൾ 8-9 മണിയായിട്ടും തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അന്നേരം നമ്മളിങ്ങനെ അവർ വന്നിട്ട് ഇന്ന കാരണം കൊണ്ട് 2 പേരെ കളിപ്പിക്കരുത്, ബാക്കിയുള്ളവർ കളിക്കണം, അങ്ങനെയൊന്നും ഒരു ടീച്ചർക്കും ചെയ്യാനും പറ്റില്ല. പക്ഷേ ആ സംഭവം വളരെ നിർഭാഗ്യകരമാണ്. നമ്മൾ ഡാൻസേഴ്സിനോടല്ലാതെ പിന്നെ ഇത് ആരോടാണ് നമുക്ക് പറയാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് കുറേ കുഞ്ഞുങ്ങൾ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നത്. അപ്പോൾ ഒരു അമ്പലത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള നടപടികളൊന്നും എടുക്കാൻ പാടില്ല. നമ്മൾ കുഞ്ഞുങ്ങളുടെ മനസ്സും കൂടെ കാണണം. അവർക്ക് ഒരു പക്ഷേ ആ ഒരു ഷെയർ കിട്ടണമെങ്കിൽ അവർക്ക് മറ്റെന്ത് മാർഗം വേണമെങ്കിലും നോക്കാം, അവരോട് സംസാരിക്കാം. അതിനേക്കാളൊക്കെ ഉപരി ആ ടീച്ചറോട് വളരെ മോശമായിട്ട് സംസാരിക്കാൻ നമുക്കതിനകത്ത് കേൾക്കാം. എടി പൊടി എന്നൊക്കെ പറഞ്ഞ് കുറേ. സോ ഇത്രയും ഒരു ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ളൊരു പ്രെമിസിസിൽ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു വിഷമമാണ്. ബിക്കോസ് തിങ്സ് ആർ ലൈക്ക് ദാറ്റ്. ഇപ്പോൾ കുറച്ച് ബിസിനസ് പോലെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പ്രോഗ്രാമിന് പോയപ്പോൾ എൻ്റെ അടുത്ത് അവരെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയാൻ വന്നപ്പം മദ്യത്തിൻ്റെ മണം കാരണം നമുക്ക് ഒരു രക്ഷയില്ല. അതായത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇങ്ങനൊരു ആഘോഷം കൂടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് മദ്യസേവയൊക്കെ നടക്കുന്നുണ്ട്. അത് അമ്പലത്തിൻ്റെ പരിസരത്തും കൂടിയാണെന്ന് ഓർക്കണം. അപ്പോൾ നമുക്കൊക്കെ വളരെ വളരെ ദുഃഖകരമാണ്. പിന്നെ നമുക്ക് എല്ലാവരോടും ഭയങ്കര പെർഫെക്റ്റ് ആവാനൊന്നും പറയാൻ പറ്റില്ല. അത് അവരുടെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യണത്. ബട്ട് എങ്കിലും ഇറ്റ്സ് എ ടെമ്പിൾ, കുറച്ചൊരു റിലീജിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ പ്രിമൈസസിൽ നമ്മൾ ഇതുപോലെ ഒന്നും ചെയ്യാതിരിക്കുക, കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറയാതിരിക്കുക, അത് മോശം വാക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക, ചീത്ത ഇതൊക്കെ വിളിക്കുക. ഭയങ്കര മോശം ആറ്റിറ്റ്യൂഡ് പലപ്പോഴും നമുക്ക് കാണാനും പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഈ ആർട്ടിസ്റ്റുകളോട്, ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളോട്, സെലിബ്രിറ്റികളോടല്ല, നമ്മളെപ്പോലുള്ള കൊച്ചു ആർട്ടിസ്റ്റുകളോടൊക്കെ അവർക്കൊരു പുച്ഛമാണ്. ഇങ്ങനെ നടത്തണ്ട, നിർത്തിക്കോ, പൊക്കോ എന്നൊക്കെ പറയാൻ ഇറ്റ്സ് സോ ഈസി. ഞാനിതിന് മുൻപും അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹാർഡ് വർക്ക് എത്രയാണെന്ന് ഇവർക്ക് പലർക്കും മനസ്സിലാവില്ല, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ബുദ്ധിമുട്ട്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞാണ്, ഒരു 7:30 മണിക്ക് മേക്കപ്പ് ചെയ്തിട്ട് 4:30 മണിക്ക് വെളുപ്പിൽ സ്റ്റേജ് കയറുന്നൊരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. സോ നമ്മൾ ആ അനുഭവിക്കുന്ന അന്നേരത്തെ ഫിസിക്കൽ ബുദ്ധിമുട്ട് എന്താണെന്നൊന്നും ചിന്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതേയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. സെക്കൻഡ് കേസ് എന്ന് പറയണത്, അതിൽ സംസാരമധ്യേ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതിലൊരു പേരൻറ്റ് അരങ്ങേറ്റത്തിന് തന്നെ 1 ലക്ഷം രൂപയായി എന്ന്. എനിക്ക് അത്ഭുതമാണ് അത് കേൾക്കുമ്പോൾ. എങ്ങനെയാണ് നമ്മുടെ ഒരു അരങ്ങേറ്റ പരിപാടിക്ക് 1 ലക്ഷം രൂപയൊക്കെ ഒരു കുട്ടിക്ക് ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച്. അത്രയൊന്നും നമ്മൾ ഒരിക്കലും വാങ്ങിക്കാൻ പാടില്ല. അപ്പം നമ്മൾ മദ്രാസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ തന്നെ ലക്ഷങ്ങളാണ്. അപ്പോൾ
നമ്മൾ അങ്ങനെയൊന്നും നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളും പിള്ളേർക്ക് ഈ സ്റ്റേജിൽ കയറാനുള്ള കൊതി കൊണ്ട് അവരുടെ അച്ഛനമ്മമാർ അരങ്ങേറ്റം എന്ന് കേൾക്കുമ്പോൾ ചാടി വീഴാണ്. സോ വിതൗട്ട് നോയിങ് വാട്ട് ഈസ് അരങ്ങേറ്റം, അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതാണ് എനിക്ക് വന്നൊരു ചോദ്യം, എപ്പോഴാണ് സാർ അരങ്ങേറേണ്ടതെന്നൊരു ക്വസ്റ്റ്യൻ വന്നു. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യാം. പക്ഷേ ഇപ്പം ഞാൻ പറയാണ്, 1 ലക്ഷം രൂപ വരെയൊക്കെ അരങ്ങേറ്റത്തിന് ചിലവാക്കുന്നു എന്ന് പറഞ്ഞാൽ അരങ്ങേറരുത് എന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാത്രം ചെയ്യുന്ന അരങ്ങേറ്റമായിരിക്കണം. നിങ്ങളുടെ കുട്ടി മാത്രമായിരിക്കണം അരങ്ങേറേണ്ടത്. അപ്പോൾ അതിൻ്റെ ചിട്ടയുണ്ട്. നമുക്ക് ഹാള് ബുക്ക് ചെയ്യണം, ഓർക്കസ്ട്ര വേണം, മേക്കപ്പ് വേണം, കോസ്റ്റ്യൂംസ് വേണം, ജുവലറി നമ്മളത്ര ഭയങ്കര എക്സ്പെൻസീവായിട്ട് എടുക്കും. പിന്നെ നമ്മൾ ഗസ്റ്റുകളെയൊക്കെ വിളിക്കും, അവർക്ക് കുറച്ച് ഡ്രിങ്ക്സൊക്കെ കുറച്ച് റിഫ്രഷ്മെൻ്റൊക്കെ പ്രൊവൈഡ് ചെയ്യണം, കാർഡ്സൊക്കെ പ്രിൻറ്റ് ചെയ്യണം, പരസ്യങ്ങളൊക്കെ ചെയ്യണം. അത് ഓഫ് കോഴ്സ് അപ്പോൾ നമുക്ക് നല്ല എക്സ്പെൻസ് ആവും. അതിന് പറ്റാത്തവർ, കുറേ കുഞ്ഞുങ്ങളൊരു സ്റ്റേജിൽ കയറുമ്പോൾ എങ്ങനെയാണ് ഈ 1 ലക്ഷം രൂപയൊക്കെ ഒരു കുട്ടിക്ക് ആവുന്നതെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കേൾക്കുമ്പോൾ. ഒരിക്കലും അങ്ങനെയൊന്നും വാങ്ങിക്കാൻ പാടില്ല, അത്രയൊന്നും ആവില്ല, അങ്ങനെയൊന്നും ആവരുത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. നമ്മൾ കുറച്ചും കൂടെയൊക്കെ ആർട്ടിസ്റ്റുകളോട് കുറച്ച് റെസ്പെക്റ്റോടെ, അത് കുഞ്ഞാണെങ്കിൽ പോലും ആ റെസ്പെക്റ്റ് കൊടുക്കണം. ബിക്കോസ് ദറ്റ് ചൈൽഡ് ഇസ് ഓൾസോ ആൻ ആർട്ടിസ്റ്റ്. പിന്നെ നമ്മുടെ അമ്പലങ്ങളിൽ ഇത്തരത്തിലുള്ള നല്ല സമീപനം ഉണ്ടായില്ലെങ്കിൽ പിന്നെ എവിടെയാണ് അത് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് എനിക്കറിഞ്ഞൂടാ. ഈ എപ്പോഴും പറയും ഭക്തി വിശ്വാസം എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് പ്രകടനം മാത്രമാണ്, നത്തിങ് ഇൻസൈഡ്. ഉള്ളിലുള്ളവർ അങ്ങനെ ഒന്നും പറയില്ല. അത് നമ്മൾക്ക് ദൈവഭയമൊന്നും ആർക്കുമില്ല. നമ്മൾ അവരുടെ വലിയ ആൾ കളിച്ച് നടക്കുന്നു എന്നുള്ളതല്ല. അത് നോബഡി ഈസ് ഹാവിങ് ദറ്റ് സ്ട്രോങ് ഡീപ്പ് ബിലീഫ്. അതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളിങ്ങനെയൊക്കെ പറയാൻ പേടിക്കും. സോ നമുക്കറിയാം ഇങ്ങനെയൊന്നുമില്ല. ഒരു കുറി തൊട്ടാൽ ഞാനും നിങ്ങളൊക്കെ വിശ്വാസിയായി. എല്ലാവരും അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സോ അൺഫോർച്ചുനേറ്റ്, ആ ടീച്ചറെ ഓർത്ത് എനിക്ക് സങ്കടമുണ്ട്. ആ ടീച്ചർ ഒരിക്കലും അങ്ങനെയൊന്നും കേൾക്കാൻ പാടില്ലാത്തതാണ്. അവരൊരു ഗുരുവാണ്, ഷീസ് എ ടീച്ചർ. അപ്പോൾ അതൊരിക്കലും അങ്ങനെ പാടില്ലാത്തതായിരുന്നു. അപ്പോൾ ഒരു സംഭവം നിങ്ങളോടൊന്ന് പങ്കുവച്ചു എന്ന് മാത്രം. നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് ഡെഫിനറ്റ്ലി കടക്കുകയാണ്. ഞാൻ അന്ന് പറഞ്ഞ പോലെ സെയിം കോസ്റ്റ്യൂം, സെയിം ലൊക്കേഷൻ, സെയിം വീഡിയോഗ്രാഫർ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവാണ്. ബട്ട് അതിനൊരു ചെറിയൊരു പ്രിപ്പറേഷൻ എനിക്ക് ആവശ്യമായതുകൊണ്ട് ഐ എം ടേക്കിംഗ് എ ബ്രേക്ക്. സോ താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്, എൻജോയ് ലേണിംഗ് ഡാൻസ്. താങ്ക് യു.